ബിഗ് ബോസ് വീട്ടിൽ 2 അൺഫെയർ എവിക്ഷൻ നടന്നേക്കുകയാണ്. ഒരാൾ ഒന്നിയലും രണ്ടാമത്തെ ആൾ ജിസയിലുമാണ്. സൺഡേയിലെയും സാറ്റർഡേയിലെയും ഷൂട്ടിംഗ് ഇന്നലെ കഴിഞ്ഞിരുന്നു, വെള്ളിയാഴ്ച കഴിഞ്ഞിരുന്നു. അതിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിലാണ് നമ്മുടെ ഒനിയൽ ഔട്ടായത്. അത് അൺഫെയർ എന്നും പറയാം, ഫെയർ എന്നും പറയാം. ബിക്കോസ് കണ്ടസ്റ്റൻസിൻ്റെ വോട്ടിംഗ് വെച്ചിട്ടാണ്. നമ്മുടെ അൺഒഫീഷ്യലായിട്ടുള്ളതിൽ നോക്കിയാലും 8th പൊസിഷനിൽ നിൽക്കുന്നത് ഒനിയൽ തന്നെയാണ്. പക്ഷേ സൺഡേയിലെ എപ്പിസോഡിൽ ജിസയിലാണ് ഔട്ടാവുന്നത്. അത് ഒട്ടും തന്നെ ഫെയർ എവിക്ഷനാണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിലായാലും നോക്കുമ്പോൾ 2nd പൊസിഷനിലാണ് നമ്മുടെ ജിസയിൽ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഡൗട്ടൊക്കെയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത് ജിസയിൽ സീക്രട്ട് റൂമിലാണെന്നാണ്. പക്ഷേ ജിസയിൽ ഒട്ടും തന്നെ സീക്രട്ട് റൂമിലല്ല, ജിസയിൽ ഔട്ട് തന്നെ ആയേക്കുവാണ്. ജിസയിലിൻ്റെ എവിക്ഷൻ ഫെയർ എവിക്ഷൻ ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആക്കണം. ഐ തിങ്ക് ജിസയിൽ ഡിസർവിങ് ടോപ്പ് 7 ഓർ ടോപ്പ് 6. ആൻഡ് ഈ ഒരു വീക്കിൽ 2 കണ്ടസ്റ്റൻസ് ഔട്ടാവുന്നതിലും 2ഉം ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. പിന്നെ ആദില ഔട്ടാവും എന്ന് പറയുന്നുണ്ട്, അതൊരു ഫേക്ക് ന്യൂസാണ്. ഇന്നലത്തെ ഷൂട്ടിങ്ങിൽ ഇതുവരെയായിട്ട് ആദില ഔട്ടായിട്ടില്ല. പിന്നെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ 9 സ്റ്റാർട്ടാക്കുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡ് വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്യുന്നത്. ഈ തമിഴ് ബിഗ് ബോസും മലയാളം ബിഗ് ബോസും ഒരേ പ്ലേസിൽ തന്നെ ആയതുകൊണ്ടാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം ബിഗ് ബോസിലെ ആൾക്കാർ തന്നെയാണ് തമിഴ് ബിഗ് ബോസിലും ഷൂട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ടൈമും ഡേറ്റും ഇഷ്യൂ ഒക്കെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് വെള്ളിയാഴ്ച വീക്കെൻഡ് ഷൂട്ട് ചെയ്യുന്നതും അവരുടെ ശനിയാഴ്ച ഷൂട്ട് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു എവിക്ഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആക്കുക. പിന്നെ ഈ ഒരു വീക്കിൽ ആര് പോകണമെന്നായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒനിയലും നാളത്തെ എപ്പിസോഡിൽ ജിസയിലുമാണ് എവിക്റ്റ് ആവുന്നത്. പിന്നെ നാളെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തരാം. ബൈ.